പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ 20ാമത്തെ കഥയാണ് ഡിസ്കസ് ചെയ്യുന്നത്. 20ാമത്തെ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ പാപബുദ്ധിയായ ഒരു മനുഷ്യനും ധർമ്മബുദ്ധിയായ മറ്റൊരാളും പാപബുദ്ധിയുടെ അച്ഛനുമാണ്. ഈ കഥയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, കഥാകാരൻ പറഞ്ഞു വരുന്നത് ഒരു പാപബുദ്ധിയായ പുത്രനെ കൊണ്ട് അച്ഛനമ്മമാർക്കുണ്ടാകുന്ന ദോഷങ്ങളെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. ഒരു ദേശത്ത്, ഒരു പട്ടണത്തില് ധർമ്മിഷ്ഠനായ ഒരാളും പാപ ചിന്താഗതിയുള്ള മറ്റൊരാളും താമസിച്ചിരുന്നു. ഇവർ പരിചയക്കാരായിരുന്നു. അപ്പോൾ ധർമ്മിഷ്ഠനെ ധർമ്മബുദ്ധിയെന്നും പാപത്തിൽ മോശമായ വഴിയിൽ ജീവിക്കുന്നവനെ പാപബുദ്ധിയെന്നും നാട്ടുകാർ വിളിച്ചു. അങ്ങനെ ഈ പാപബുദ്ധിയും ധർമ്മബുദ്ധിയും ഒരേ ദേശത്ത് അയൽവക്കക്കാരായിരുന്നു. അവർ കൂടെ കൂടെ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്, അങ്ങനെ കഴിഞ്ഞു പോന്നു. അങ്ങനെ ഒരു ദിവസം പാപബുദ്ധി ആലോചിച്ചു, ധർമ്മബുദ്ധിയെ കൂട്ടി ദൂരദേശത്ത് പോയി കച്ചവടം ചെയ്ത് പണമുണ്ടാക്കാം. കച്ചവടം ചെയ്ത് പണമുണ്ടാകുമ്പോൾ ധർമ്മബുദ്ധിയുടെ ഉപദേശവും ധർമ്മബുദ്ധിയുടെ സൽപ്രവർത്തനം കണ്ട് സമ്പത്ത് വരും. ആ സമ്പത്ത് കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ ധർമ്മബുദ്ധിയെ ചതിച്ച് എങ്ങനെയെങ്കിലും നേടിയ സമ്പത്ത് സ്വന്തമാക്കാം എന്നവൻ ദുഷ്ടതയോടുകൂടി ചിന്തിച്ചു. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇവൻ ധർമ്മബുദ്ധിയെ സമീപിച്ചു പറഞ്ഞു, സുഹൃത്തെ, നമുക്ക് ദൂരദേശത്ത് പോയി വ്യാപാരം ചെയ്ത് ധനമുണ്ടാക്കാൻ ശ്രമിച്ചാലോ? കാരണം യാത്ര ചെയ്തിട്ടുള്ളവനാണ് അറിവും വിവേകവും ഉള്ളത്. യാത്ര ചെയ്യാതെ ഒരിടത്ത് തന്നെ അറിവ് കുറയും, അനുഭവജ്ഞാനം കുറയും, പല നാടുകളിലെ വിശേഷങ്ങളും വസ്തുക്കളും അറിയാതെ പോവുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ദൂരസ്ഥലത്ത് പോയി അവിടുത്തെ രീതികളൊക്കെ മനസ്സിലാക്കി സാധ്യതകളൊക്കെ അറിഞ്ഞ് വ്യാപാരം ചെയ്ത് നമുക്ക് പണമുണ്ടാക്കാം, സുഖമായി ജീവിക്കാം. ധർമ്മബുദ്ധി ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇത് ശരിയാണല്ലോ, അങ്ങനെ ചെയ്താലോ എന്ന് ആലോചിച്ച് പാപബുദ്ധിയോടുകൂടി ദൂരദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു. യാത്ര ചെയ്ത് അവർ പല ദേശങ്ങളിൽ കടന്ന് ഒരു വലിയ പട്ടണത്തിലെത്തി. അവിടെ ധർമ്മബുദ്ധിയുടെ കാര്യപ്രാപ്തിയും സത്യസന്ധതയും ഒക്കെ മൂലം അവര് വ്യാപാരം ചെയ്ത് ധാരാളം പണമുണ്ടാക്കി. അത് സ്വർണ്ണ നാണയങ്ങളായിരുന്നു. അത് സഞ്ചിയിൽ പൊതിഞ്ഞ് ഒരു തുണിയിൽ കിഴിക്കിട്ട് പോലെ കെട്ടി അവർ രണ്ടുപേരും കൂടെ അതും വഹിച്ചുകൊണ്ട് അവരുടെ സ്വദേശത്തേക്ക് യാത്ര ചെയ്തു. പോരുന്ന വഴിക്ക് പാപബുദ്ധി പറഞ്ഞു, പണം നമ്മൾക്ക് ആരെയും കാണിക്കാൻ പാടില്ല. പണം കണ്ടു കഴിഞ്ഞാൽ, ധനം കണ്ടു കഴിഞ്ഞാൽ മുനിയുടെയും മനസ്സുളകും. പെട്ടി തുറന്നിരുന്നാൽ പുണ്യവാളനും കക്കും എന്നാണല്ലോ ചൊല്ല്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ധർമ്മബുദ്ധിയെ കൊണ്ട് സമ്മതിപ്പിച്ച് ഒരു വനപ്രദേശത്ത് ഈ പണക്കിഴി മണ്ണിൽ കുഴിച്ചിട്ട് ഒരടയാളവും വെച്ചു. അവർ പോന്നു. ആവശ്യ നേരത്ത് എടുക്കാമല്ലോ എന്ന് കരുതി. അങ്ങനെ ധർമ്മബുദ്ധിയും പാപബുദ്ധിയും ഈ പണം വനപ്രദേശത്ത് കുഴിച്ചിട്ട് ഭദ്രമാക്കി തിരിച്ച് അവരുടെ നാട്ടിലെത്തി സുഖമായിട്ട് ജീവിതം മുന്നോട്ട് പോയി. ഇങ്ങനെ ഇരിക്കെ പാപബുദ്ധിക്ക് മനസ്സിൽ തോന്നി, ധർമ്മബുദ്ധിയെ കൂടാതെ ആ പണം എടുത്ത് സ്വന്തമാക്കാം എന്ന് വിചാരിച്ച് അവൻ വനത്തിൽ പോയി കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലം കണ്ടെത്തി അത് മണ്ണ് മാറ്റി ആ സ്വർണ്ണ നാണയങ്ങൾ എടുത്ത് അവൻ വീട്ടിൽ പോയി. അങ്ങനെ കുറെ ദിവസം കഴിഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു, ധർമ്മബുദ്ധിയോട് പറഞ്ഞു, സുഹൃത്തെ, നമുക്ക് പണത്തിന് ആവശ്യമൊക്കെ ഉണ്ടല്ലോ, ആ കുഴിച്ചിട്ടിരിക്കുന്ന ധനം എടുക്കാൻ പോവാം. ധർമ്മബുദ്ധിക്കും അത് സമ്മതമായി. അവർ രണ്ടുപേരും പണം കുഴിച്ചിട്ടിരുന്ന വനപ്രദേശത്തെത്തി. അവിടെ നോക്കിയപ്പോൾ ഈ പണം പൊതിഞ്ഞു വെച്ചിരുന്ന ആ തുണിയല്ലാതെ വേറെ ഒന്നും അവിടെ കണ്ടില്ല. അത് നഷ്ടപ്പെട്ടിരുന്നു. അപ്പൊ പാപബുദ്ധി, അവനാണത് അടിച്ചു മാറ്റിയത്. എന്നാൽ അവൻ നെഞ്ചത്തടിച്ചുകൊണ്ട് പറഞ്ഞു, നീയാണ് ഈ സ്വർണ്ണ നാണയങ്ങൾ എടുത്തു മാറ്റിയത്, എന്റെ വീതം മര്യാദയ്ക്ക് തന്നു. അപ്പൊ ധർമ്മബുദ്ധി പറഞ്ഞു, അന്യന്റെ മുതല് കല്ല് പോലെയും പാഴ്വസ്തു പോലെയുമാണ് ഞാൻ കരുതുന്നത്, ഞാൻ ഒരിക്കലും എടുക്കില്ല. ഇങ്ങനെ ഇവര് തമ്മിൽ വാഗ്വാദമായി, തർക്കമായി. ഈ തർക്കം മൂത്ത് ഇവര് ന്യായാധിപന്റെ മുമ്പിൽ ചെന്നു. അപ്പൊ ന്യായാധിപൻ പല രീതിയിലുള്ള ശിക്ഷകളെ പറ്റി ആലോചിച്ചു. തിളച്ച എണ്ണയിൽ കൈ മുക്കുക, ആ മുക്കുമ്പോൾ തെറ്റ് ചെയ്തവന്റെ കൈ പൊള്ളുകയും അല്ലാത്തവൻ സുരക്ഷിതനായിരിക്കുകയും ചെയ്യും. അങ്ങനെയായിരുന്നു അന്നത്തെ ചിന്താഗതികളും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അന്ന് നടമാടിയിരുന്നത്.
അപ്പോൾ തിളച്ച എണ്ണയിൽ കൈമുക്കുന്ന ഒരു കാര്യം ന്യായാധിപൻ സംസാരിച്ചപ്പോൾ പാവബുദ്ധി പറഞ്ഞു, അത് അങ്ങനെയുള്ള ശിക്ഷാ നടപടികൾ അല്ലെ പരീക്ഷണങ്ങൾ നടത്തുന്നത് തെളിവില്ലാത്തവിടത്താണ്, സാക്ഷികളില്ലാത്തവിടത്താണ്. എൻ്റെ ഈ കേസിൽ വനദേവതകൾ സാക്ഷിയായിട്ടുണ്ട്, നമുക്ക് വനദേവതകളോട് ചോദിക്കാം. അപ്പോൾ അവിടുത്തെയുള്ള ആൾക്കാരും അറിവുള്ളവരും ന്യായാധിപന്റെ സംഘത്തിലെ വിദ്വാൻമാരുമായിട്ട് ആൾക്കാർ ആലോചിച്ചു, ശരിയാണ് അവൻ പറഞ്ഞത്, നമുക്ക് വനദേവതകളോട് അഭിപ്രായം ആരായാം. അങ്ങനെ പിറ്റേ ദിവസം അവർ വനപ്രദേശത്ത് പോയി വനദേവതകളെ വിളിച്ചു വരുത്തി ഇതിനകത്തെ സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിച്ചറിയാൻ തീരുമാനിച്ചു. അന്ന് രാത്രി തന്നെ പാവബുദ്ധിയുടെ അച്ഛനോട് പറഞ്ഞു, അച്ഛ, ഈ സമ്പത്ത് ഞാനാണ് എടുത്തത്. അപ്പോൾ അച്ഛൻ ഒരു മരത്തിന്റെ പൊത്തിലിരുന്ന് വനദേവതയെ വിളിച്ച് ചോദിക്കുമ്പോൾ ധർമ്മബുദ്ധിയാണ് കളവ് ചെയ്തത് എന്ന് വിളിച്ചു പറയണം. അപ്പം വനദേവതയാണ് സംസാരിക്കുന്നത് ഓർത്ത് ന്യായാധിപന്മാർ ധർമ്മബുദ്ധിയെ ശിക്ഷിച്ചുകൊള്ളും. വൃത്തനും ഈ പണം വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലായിരുന്നു, അച്ഛനെ പോലെ മകനും അല്ലെ മകനെ പോലെ അച്ഛനും. അങ്ങനെ രാത്രി തന്നെ പാപബുദ്ധി അച്ഛനെയും കൂട്ടി വലിയൊരു മരത്തിന്റെ പൊത്തില് അച്ഛനെ ഒളിപ്പിച്ചിട്ട് ഒരു പിറ്റേ ദിവസം ന്യായാധിപന്മാരും പരിവാരങ്ങളും സഹിതം ഈ വനപ്രദേശത്തെത്തി. ന്യായാധിപൻ വിളിച്ചു ചോദിച്ചു, വനദേവതകളെ, നിങ്ങളെ ഞാൻ വന്ദിക്കുന്നു. ഈ തെറ്റ് ചെയ്തത് ആരാണ്, ധർമ്മബുദ്ധിയോ പാപബുദ്ധിയോ? അപ്പോൾ ഈ മരത്തിന്റെ പൊത്തിൽ ഒളിച്ചിരുന്ന പാപബുദ്ധിയുടെ അച്ഛൻ ആരും കാണാതെ വിളിച്ചു പറഞ്ഞു, ധർമ്മബുദ്ധിയാണ് പണം കട്ടെടുത്തത്, തെറ്റ് ചെയ്തത് ധർമ്മബുദ്ധിയാണ്. ദേവതമാർ സംസാരിക്കുന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. അപ്പോൾ ന്യായാധിപന്മാർ ധർമ്മബുദ്ധിയെ മരത്തിൽ തൂക്കിക്കൊല്ലാൻ വിധി പ്രസ്താവിച്ചു. അപ്പോൾ ധർമ്മബുദ്ധിക്ക് കാര്യം മനസ്സിലായി, ഈ മരത്തിന്റെ പൊത്തിൽ നിന്നാണ് ഇത് വന്നതെന്നും അവിടെ ഒരാൾ ഒളിച്ചിരിപ്പുണ്ടെന്നും അയാൾക്ക് മനസ്സിലായി. അയാൾ പറഞ്ഞു, എനിക്കൊരു 10 മിനിറ്റ് സമയം തരണം, ഒരു അരമണിക്കൂർ സമയം തരണം, ഇതിനകത്ത് സത്യാവസ്ഥ ഞാൻ തെളിയിക്കാം. അങ്ങനെ തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ശിക്ഷ എന്റെ മേൽ നടപ്പാക്കിക്കോ. അത് ന്യായാധിപന്മാർ സമ്മതിച്ചു. അങ്ങനെ ധർമ്മബുദ്ധി എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറെ ഉണങ്ങിയ കമ്പുകളും വിറകുകളും എല്ലാം കൂട്ടി ഈ മരപ്പത്തിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് തീ കൊടുത്തു. ഈ തീയുടെ പുകയും ചൂടുമേറ്റ് ശരീരം വെന്ത് പാപബുദ്ധിയുടെ അച്ഛൻ നിലവിളിച്ചുകൊണ്ട് പുറത്തിയാടി. അപ്പോ അയാളെ വിശദമായിട്ട് ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞു, മകന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഈ മരപ്പത്തിൽ കയറിയിരുന്നതും ഇങ്ങനെ പറഞ്ഞതും എന്ന് പറയും. അപ്പം ഇതിനകത്ത് തെറ്റ് ചെയ്ത് ആരാണെന്ന് അവർക്ക് മനസ്സിലായി. പാപബുദ്ധിയെ അവർ വധശിക്ഷയ്ക്ക് വിധിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്തു. അതാണ് എമ്പനകം പറഞ്ഞു, അതാണ് ഞാൻ പറയുന്നത്, അച്ഛനെ പോലെയുള്ള മകനുണ്ട്, അമ്മയെ പോലെയുള്ള മക്കളുണ്ട്, അച്ഛനേക്കാൾ ശ്രേഷ്ഠനായിട്ടുള്ള പുത്രനുണ്ട്, അധമന്മാരിൽ അധമനായിട്ടുള്ള പുത്രനുണ്ട്. ഈ അധമനായ പുത്രന്റെ സ്വഭാവം കൊണ്ട്, പ്രവൃത്തി കൊണ്ടാണ് ഈ വൃദ്ധനായ മനുഷ്യൻ വെന്തുമരിക്കാൻ കാരണമായത്. അതായത് ഉപായം പ്രയോഗിക്കുമ്പോൾ അതിൽ നിന്നുള്ള അപായം കണക്കാക്കണമായിരുന്നു എന്ന് ന്യായാധിപൻ പറഞ്ഞു. അപ്പോൾ ധർമ്മബുദ്ധി ആവശ്യപ്പെട്ടതനുസരിച്ച് ന്യായാധിപൻ ഒരു കഥ പറഞ്ഞു. അതാണ് 21ാമത്തെ കഥ. സുഹൃത്തുക്കളെ, അത് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു, ഓൾ ഓഫ് യു.